നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞ ദിവസം റിലീസായ റാവു ബഹദൂർ എന്ന് പറഞ്ഞ ഒരു പടം തിയേറ്ററിൽ വന്നതാണ്. പക്ഷേ ഇങ്ങോട്ടൊന്ന് കേരളത്തിലേക്കൊന്നും അതൊന്നും വന്നില്ല. മഹേഷ് ബാബു ആണ് അതിൻ്റെ പ്രൊഡ്യൂസർ. വെങ്കടേഷ് മഹായാണ് അതിൻ്റെ ഡയറക്ടർ, സത്യദേവിൻ്റെ നായകൻ. അതിനെപ്പറ്റി നേരത്തെ പടത്തിനെപ്പറ്റി ഞാനത് കേട്ടായിരുന്നു. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വൻ നഷ്ടം. അതായത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു നഷ്ടം. ഈ പടം എല്ലാവർക്കും സുഖിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ വലിയ ആക്ഷൻ മാസ് പടങ്ങൾ കാണുന്നവർക്കൊന്നും സുഖിക്കില്ല. പടം ആദ്യത്തെ ഒരു മണിക്കൂർ നമുക്കതിനകത്ത് നിന്ന് കടന്നു ചെല്ലാൻ ഭയങ്കര ഒരു പാടുമാണ് പടത്തിൻ്റെ ആ ഫ്ലോയിലേക്ക്. ആ പടം ഒരു മണിക്കൂറോളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മസ്റ്റ് വാച്ച് അത് കാണും. അത് കണ്ട് തീർത്തിട്ടേ നിങ്ങളത് നിർത്തുള്ളൂ. അവസാനമൊക്കെ ഉണ്ടല്ലോ കിടിലൻ ട്വിസ്റ്റും കിടിലൻ ഇതുമായിട്ടാണ് പടം പോകുന്നത്. 3-4 ട്വിസ്റ്റ്, അതായത് കിടിലൻ ഒരു മേക്കിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ തെലുങ്ക് സിനിമയിൽ നിന്നും ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതുപോലത്തെ അവരുടെ ഇത് തന്നെ മാറി, തെലുങ്ക് സിനിമയുടെ വേറെ തന്നെ മാറുന്നൊരു പടമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആക്ഷേപഹാസ്യം, അതായത് ബ്ലാക്ക് കോമഡി, ബ്ലാക്ക് ഹ്യൂമർ എല്ലാം ഇട്ടൊരു കിടിലൻ പടം കേട്ടോ. എന്താ ധൈര്യമായിട്ട് കണ്ടു. റാവു ബഹദൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് പടം. എന്നുവെച്ചാൽ അതിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്ന ദീപ തോമസ് ആണ്. പടത്തിൻ്റെ ഒരു ചെറിയ ഹിൻ്റ്, അതായത് സ്പോയിലൊന്നും ആക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ 60 വയസ്സോളം പ്രായമുള്ള ഒരു രാജ്യം പോയ രാജാവ്, അതായത് ഇപ്പോൾ പുതിയ കാലം വന്നു. അതായത് എന്നിട്ടും പുള്ളിക്ക് ആ മഹാരാജാവ് എന്നുള്ള അഭിനിവേശവും കുറയുന്നില്ല. പുള്ളിയുടെ അവസാന കാലങ്ങളിൽ, അതായത് 3 മാസത്തോളം ജീവിക്കുമെന്ന് പുള്ളിയുടെ ഡോക്ടർ പറഞ്ഞു. അവസാന കാലത്ത് പുള്ളിയുടെ 2ാമത്തെ മകൻ നേരത്തെ മരിച്ചു പോവുകയാണ്. ആ മകനിൽ പുള്ളിക്ക് സംശയം ഉണ്ടായിരുന്നു, അതായത് സ്വന്തം മകനല്ലെന്നുള്ള ഒരു സംശയം. അതാണ് കഥയുടെ ഒരു ഹിൻ്റ്. ബാക്കി കഥ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കും കേട്ടോ. കിടിലൻ പടം. ഒരു 3 മണിക്കൂർ അടുത്ത് 2:50 ഉണ്ട് പടമുണ്ട്. അതിനകത്തൊരു ഇതായിട്ട് ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് 5 പാട്ടുകളുണ്ട്. ആ 5 പാട്ടുകൾക്ക് ഇച്ചിരി ലെങ്ത്തും കൂടുതലുണ്ട്. ആ ലെങ്ത്ത് ഇച്ചിരി കുറയ്ക്കേണ്ടത്. പാട്ടുകൾ ഒരിക്കലും മോശമെന്നല്ല പറയുന്നത്. പാട്ടുകൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എന്തോ ഒരു ഇതുപോലെ തോന്നും, ഒരു 2-3 പാട്ടൊക്കെ വരുമ്പോഴത്തേക്കും. പക്ഷേ പടം കണ്ടു കഴിഞ്ഞ് നമ്മൾ ആലോചിച്ച് കഴിയുമ്പോഴല്ലോ പാട്ടൊക്കെ അതിനകത്ത് അത്യാവശ്യമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാവും. ഒരു ശകലം നീളം കുറയ്ക്കായിരുന്നു, അതുമാത്രമേ ഉള്ളൂ. പക്ഷേ പടം ഉഗ്രം കേട്ടോ. പടത്തിന് സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് ഒരു ബ്ലാക്ക് ഹ്യൂമർ, അതായത് പണ്ടെടുത്ത് പടം കണ്ടില്ല നമ്മൾ, തുമ്പാതെന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സിനിമ, അല്ല ഹിന്ദി സിനിമ. ആ പടത്തിൻ്റെയൊക്കെ ഒരു ഹൊററല്ല, പക്ഷേ ആ പടത്തിൻ്റെ ഒരു മൂഡിലാണ് പടം പോകുന്നത്. ഉഗ്രൻ ആർട്ട് ഡയറക്ഷൻ, ഉഗ്രൻ ക്യാമറ, ഉഗ്രൻ കോസ്റ്റ്യൂമ്, ഉഗ്രനുണ്ടോ എന്ന് വെച്ചാൽ ദീപ തോമസ് ഒക്കെ കലക്കിയിട്ടുണ്ട്. അവസാനമൊക്കെ ധൈര്യമായിട്ട് കണ്ടു. ഉഗ്രൻ പടം. റാവു ബഹദൂർ എന്ന് പറഞ്ഞ പടം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നും ഒരു മണിക്കൂർ ആദ്യം ഒന്ന് കഷ്ടപ്പെടുക കാണാൻ. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ പടത്തിൻ്റെ ഫ്ലോയിലേക്ക് നിങ്ങൾ ഉൾപ്പെടും. ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പടം വേറെ ലെവൽ. ധൈര്യമായിട്ട് കണ്ടു റാവു ബഹദൂർ.